അടിമുടി കള്ളത്തരം കാണിച്ചു IAS നേടിയെന്ന കേസിലെ പ്രതി പൂജ ദെഗ്തറെ കാണാനില്ല. IAS റദ്ദാക്കുകയും ജാമ്യം കോടതി തള്ളിയതിനും പിന്നാലെയാണ് പൂജയെ കാണാതായത്. ഇവർ അറസ്റ്റിന് മുമ്പ് ഒളിവിൽ പോയെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസമാണ് നിയമന ശുപാർശ UPSC റദ്ദാക്കിയത്. ഭാവിയിൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 18-ന് UPSC കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ജൂലൈ 25-ന് മറുപടി സമർപ്പിക്കണമെന്ന് പൂജയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ഓഗസ്റ്റ് 4 വരെ സമയം നൽകണമെന്ന് പൂജ ആവശ്യപ്പെട്ടിരുന്നു. ജൂലൈ 30-ന് വൈകുന്നേരം 3:30 വരെയായിരുന്നു വിശദീകരണം നൽകാൻ അവർക്ക് സമയം അനുവദിച്ചിരുന്നത്. അതിനുള്ളിൽ വിശദീകരണം നൽകാത്തതിനാലാണ് UPSC നടപടി സ്വീകരിച്ചതും. IAS ലഭിക്കുന്നതിനായി പൂജ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി രേഖകൾ എന്നിവ ദുരുപയോഗം ചെയ്തതായി കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നടപടിക്ക് ശുപാർശ ചെയ്തു. പൂജ ദെഗ്തറിനെതിരെ ഡൽഹി പോലീസും കേസെടുത്തിരുന്നു. വ്യാജരേഖ ചമച്ചതിന് UPSC നൽകിയ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പൂജ തന്റെ സ്വകാര്യ ഓഡി കാറിൽ ചുവന്ന നീല ബീക്കൺ ലൈറ്റും VIP നമ്പർ പ്ലേറ്റും ഉപയോഗിച്ചത് വിവാദമായിരുന്നു. കാറിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ബോർഡും പൂജ സ്ഥാപിച്ചിരുന്നു. VIP നമ്പർ പ്ലേറ്റുള്ള ഔദ്യോഗിക കാർ, താമസ സൗകര്യം, മതിയായ ജീവനക്കാരുള്ള ഔദ്യോഗിക ചേംബർ, ഒരു കോൺസ്റ്റബിൾ എന്നിവ ഉൾപ്പെടുന്ന അന്യായമായ ആവശ്യങ്ങളും ദെഗ്തർ ഉന്നയിച്ചിരുന്നു. നിയമപ്രകാരം ഒരു ട്രെയിനിക്ക് ഈ സൗകര്യങ്ങളൊന്നും അനുവദനീയമല്ല. പൂനെയിലെ സബ് കളക്ടറായിരുന്ന പൂജയുടെ അധികാര ദുർവിനിയോഗം വാർത്തയായതിനെ തുടർന്നാണ് തട്ടിപ്പുകൾ പുറത്തായത്. തുടർന്ന് ഇവരെ സ്ഥലം മാറ്റി. പിന്നാലെ ഇവരുടെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നു. മസൂറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൂജയെ തിരിച്ചു വിളിച്ചു. UPSC പരീക്ഷയിൽ 841-ാം റാങ്കാണ് ഇവർക്ക് ലഭിച്ചത്. അഹമ്മദാനഗർ സ്വദേശിയായ പൂജ 2023 ബാച്ച് IAS ഉദ്യോഗസ്ഥയായിരുന്നു. UPSC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാനുള്ള തീയതിയായ ജൂലൈ 30-നും പ്രതികരിക്കാതിരുന്നതിനെ തുടർന്നാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. പൂജ ദെഗ്തർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ 2009-2023 കാലയളവിൽ IAS സ്ക്രീനിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയ 15,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിച്ചതായി പാനൽ അറിയിച്ചു. രേഖകളിൽ കൃത്രിമം കാണിച്ചതും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനി IAS ഓഫീസർ പൂജ ദെഗ്തറെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അയോഗ്യയാക്കുകയായിരുന്നു. IAS റദ്ദാക്കിയതിനോടൊപ്പം കമ്മീഷന്റെ പരീക്ഷകളിൽ നിന്ന് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ നിയമങ്ങൾ ലംഘിച്ചെന്ന് കാണിച്ച് നൽകിയ നോട്ടീസിൽ മറുപടി നൽകാൻ പൂജ തയ്യാറായിട്ടില്ലെന്ന് UPSC പ്രസ്താവനയിൽ കണ്ടെത്തി. വ്യാജരേഖ ചമച്ച് അനുവദിച്ചതിലും കൂടുതൽ തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ സംഭവത്തിൽ പൂജ ദെഗ്തറിന് ജൂലൈ 18-ന് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ജൂലൈ 25-നകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഓഗസ്റ്റ് 4 വരെ പൂജ സമയം ചോദിച്ചു. ജൂലൈ 30 വരെ പരമാവധി സമയം നൽകി. മുന്നറിയിപ്പ് നൽകിയിട്ടും അനുവദിച്ച സമയത്തിൽ വിശദീകരണം നൽകാൻ പൂജ തയ്യാറായിരുന്നില്ല. ഇതിനിടയ്ക്ക് പൂജയെ കാണാതാവുകയും ചെയ്തു.